الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരികളെ, സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഞാൻ വളരെ കണിശമായി നിങ്ങളെയും എന്നെയും വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഖസസിലെ 2 ആയത്തുകളാണ് ഇപ്പോൾ ഞാൻ ഓതി വച്ചിട്ടുള്ളത്. ഈ 2 ആയത്തുകളും ഈ മിമ്പറിൽ വെച്ച് പലതവണ ഓതി കേൾപ്പിക്കപ്പെട്ട ആയത്തുകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ആയത്തുകൾ രണ്ടും ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിസ്റ്റുകൾക്കും മർദ്ദിത പീഡിത ജനവിഭാഗങ്ങൾക്കും ആവേശം നൽകിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ മിമ്പറുകളിൽ വെച്ച് ഈ ആയത്തുകൾ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തിന്റെ ഒരു സാക്ഷ്യമെന്നോണം ഫിർഔനിന്റെ ജഡം എന്ന് മനസ്സിലാക്കപ്പെടുന്ന ജഡം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്.
ആ ജഡവും ലോകത്തെങ്ങും നിലനിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്കും വിവിധ മതസമൂഹങ്ങളിലും ദേശസമൂഹങ്ങളിലുമായി പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്കും ആവേശം പകർന്നുകൊണ്ട് നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ അവതരിപ്പിക്കുന്നതും ഫറോവയുടേത് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ജഡം അവശേഷിപ്പിക്കുന്നതും പീഡിതർക്ക് ആവേശം നൽകുന്നതിനു വേണ്ടിയും അധർമ്മകാരികളും സ്വേച്ഛാധിപതികളുമായ ഭരണാധികാരികൾക്ക് ഗുണപാഠം നൽകുന്നതിനു വേണ്ടിയുമാണ്. പക്ഷേ ഈ ആയത്തുകളും നേരത്തെ പറഞ്ഞ ജഡവും പീഡിതർക്ക് ആവേശം നൽകുന്നുണ്ടെങ്കിലും മർദ്ദകരായ ആളുകൾക്ക് അത് പാഠമായി ഭവിക്കുന്നില്ല എന്നതാണ് ഫിർഔനിന് ശേഷം ഇന്നോളമുള്ള ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫിർഔനിന്റെ അതേ രൂപത്തിലും ഭാവത്തിലുമുള്ള ഏകാധിപതികൾ സ്വന്തം ജനതയെ അടിച്ചമർത്തിക്കൊണ്ടും അവർക്ക് നേരെ പീഡനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടും പതിറ്റാണ്ടുകളോളം നിലനിൽക്കുന്നു എന്നുള്ളതിന് കാരണം ഈ ആയത്തുകളും ആ ജഡവും അവർക്ക് ഒരു പാഠവും നൽകുന്നില്ല എന്നുള്ളതാണ്. അവർ പാഠം ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് വിടാം. ഞാൻ പറഞ്ഞിരുന്നു, ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് ആവേശം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന്. ആരാണ് ഇസ്ലാമിസ്റ്റുകൾ എന്ന പേരിൽ വ്യവഹരിക്കപ്പെടുന്നവർ? കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്ത് ജന്മം കൊണ്ട ഇസ്ലാമിക് മൂവ്മെന്റ്സ്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനകളിൽ അണിചേർന്നിട്ടുള്ളവരോ ആ പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികരായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരോ ആണ് ഇസ്ലാമിസ്റ്റുകൾ എന്ന പേരിൽ വ്യവഹരിക്കപ്പെടുന്നത്. ഇസ്ലാമിക് മൂവ്മെന്റ്സ്, ഇസ്ലാമിസ്റ്റുകൾ എന്നൊക്കെ പരിചയപ്പെടുത്തപ്പെടുന്ന ആ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാമിനെ ഒരു സമഗ്രമായ ജീവിത വ്യവസ്ഥയായി അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. സമഗ്ര ജീവിത വ്യവസ്ഥയായി മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക മാത്രമല്ല, ആ സമഗ്ര ഇസ്ലാമിനെ ജീവിതത്തിൽ പ്രതിനിധാനം ചെയ്യണമെന്ന് പ്രതിജ്ഞ ചെയ്ത് രംഗത്തിറങ്ങുന്നു എന്നതുകൂടിയാണ് ഇസ്ലാമിക് മൂവ്മെന്റ്സിന്റെ പ്രത്യേകത, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകത. പാശ്ചാത്യരുടെ കടന്നുകയറ്റം കാരണം ഇസ്ലാമിനെ കേവലമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒതുക്കുകയും ഇസ്ലാമിന്റെ സാമൂഹ്യ ഘടകത്തെയും രാഷ്ട്രീയ ഘടകത്തെയും ഇസ്ലാമിൽ നിന്ന് അടർത്തി മാറ്റുകയും ചെയ്ത ഘട്ടത്തിൽ അടർത്തി മാറ്റപ്പെട്ട ഘടകങ്ങളെ കൂടി ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും അങ്ങനെ സമ്പൂർണമായ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നതിനുമാണ് ഈ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പരിശ്രമിച്ചു വന്നിരുന്നത്. പാശ്ചാത്യ സമൂഹം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടതും ഈ സമഗ്രമായ ഇസ്ലാമിനെയായിരുന്നു. രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ള ഇസ്ലാം, സാമൂഹ്യമായ ഉള്ളടക്കമുള്ള ഇസ്ലാം, ഈ ഇസ്ലാമിനെയായിരുന്നു പാശ്ചാത്യൻ ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ ഒരു ഇസ്ലാം ലോകത്തുയർത്തെഴുന്നേൽക്കുന്നുണ്ടോ,
ഇങ്ങനെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഏതെങ്കിലും വ്യക്തികളും സംഘങ്ങളും ലോകത്തെവിടെയെങ്കിലും വളർന്നു വരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അവരെ തകർക്കുകയും ചെയ്യുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ പാശ്ചാത്യരുടെ ലക്ഷ്യം. അതിനുള്ള ആസൂത്രണങ്ങളുടെ ചരിത്രമാണ് ഏറ്റവും പ്രത്യേകമായി 20ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടന്നു വന്നിട്ടുള്ള മനുഷ്യകുലത്തിന്റെ ചരിത്രം എന്ന് നമുക്ക് ശാന്തമായി ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഇടക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയാണ്. ഇസ്രായേലിൽ കാലുറപ്പിച്ചു നിന്നുകൊണ്ട് പരിസരത്തുള്ള അറബ് രാജ്യങ്ങളെയും അറബ് ഇതര മുസ്ലിം രാജ്യങ്ങളെയും GCC രാജ്യങ്ങളെയും ഒരുപോലെ പേടിപ്പിച്ചു നിർത്താം എന്നവർ കരുതി. അങ്ങനെ പേടിപ്പിച്ചു നിർത്തുകയായിരുന്നു ഈ നിമിഷം വരെ അവരുടെ പദ്ധതി. ആ പദ്ധതിയിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലും ഇതുപോലുള്ള ഒരു രാജ്യത്തെ പ്രതിഷ്ഠിക്കുവാൻ അവർ ശ്രമം നടത്തിയിരുന്നു. ആ രാജ്യം ഖാദിയാനികളുടെ അധികാരമുള്ള ഒരു രാജ്യമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഒരു ഭാഗത്തെ അടർത്തിയെടുത്ത് ആ അടർത്തിയെടുത്ത രാജ്യത്ത് ഖാദിയാനികളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് അങ്ങനെ ഖാദിയാനികളുടേതായ യൂറോപ്പിനാൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യം പാകിസ്ഥാനിൽ സ്ഥാപിക്കണം എന്നായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത്. ഈ രണ്ടാമത്തെ പദ്ധതി വേണ്ടവിധം ജയിക്കാതെ പോയി. ഖാദിയാനിസത്തെ നേരിടുന്നതിൽ ബുദ്ധിപരമായ ചില പ്രവർത്തനങ്ങൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നടന്നു. പ്രവാചക പരിസമാപ്തിയെ സംബന്ധിച്ച്, നുബുവത്ത് അവസാനിച്ചു എന്നതിനെ സംബന്ധിച്ച് വ്യാപകമായ പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുകയും പാകിസ്ഥാനിൽ അമുസ്ലിം ന്യൂനപക്ഷമായി ഖാദിയാനികൾ പ്രഖ്യാപിക്കപ്പെടുകയും ലോകാടിസ്ഥാനത്തിൽ തന്നെ ഖാദിയാനികൾ അമുസ്ലിങ്ങളാണ് എന്ന് വിശദീകരിക്കപ്പെടുകയും ചെയ്തതോടുകൂടി ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ദേശത്ത് യൂറോപ്യന്മാരുടെ ആധിപത്യത്തിന് കീഴിൽ നിലനിൽക്കുന്ന ഒരു ഖാദിയാനി രാഷ്ട്രം സ്ഥാപിക്കുക എന്ന പദ്ധതി പാളിപ്പോയി. എന്നാലും എവിടെയെവിടെ സമഗ്രമായ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളും ശക്തികളുമുണ്ടോ അവരെ പല വഴിയും ഉപയോഗിച്ച് നശിപ്പിക്കുവാനാണ് അവർ ശ്രമിച്ചു വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഉദ്ധരിക്കപ്പെടുന്ന പല പുസ്തകങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 1948 ഈജിപ്തിൽ നിന്ന് ഷഹീദ് സയ്യിദ് ഖുത്ബ് അമേരിക്കയിലെത്തുന്നുണ്ട്. ഈജിപ്തിൽ വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായി നിയോഗിക്കപ്പെട്ട അദ്ദേഹത്തെ ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി അമേരിക്കയിലേക്ക് അയക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഈജിപ്ത് ഗവൺമെന്റ്. ഈജിപ്തിലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒടുവിൽ ഒരിക്കൽ അമേരിക്കയിലെ ജീവിതത്തിന്റെ ഒടുവിൽ അദ്ദേഹം അമേരിക്കയിലെ ഒരു ഹോസ്പിറ്റൽ സന്ദർശിച്ചു. ആ ഹോസ്പിറ്റൽ ഡോക്ടർമാരും നഴ്സുമാരും മിഠായി വിതരണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇങ്ങനെ മിഠായി വിതരണം ചെയ്യാൻ കാരണം? പെട്ടെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാൻ കഴിഞ്ഞത് ഏതെങ്കിലും കുട്ടി ജനിച്ചതിന്റെ പേരിൽ നൽകുന്നതാണ് ഈ മധുരപലഹാരം എന്നായിരുന്നു. പക്ഷെ അതിന് നൽകപ്പെട്ട മറുപടി, ഞങ്ങളുടെ ഒരു ശത്രു ഈജിപ്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനാണ് ഈ മിഠായി വിതരണം ചെയ്തത് എന്നായിരുന്നു. ആരായിരുന്നു ആ ശത്രു എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്,
ഷഹീദ് ഹസനുൽ ബന്നയായിരുന്നു ആ ശത്രു എന്ന്. അതായത് പാശ്ചാത്യ ലോകം എങ്ങനെയാണ് സമഗ്രമായിട്ടുള്ള ഒരു ഇസ്ലാമിന്റെ പ്രതിനിധാനത്തെ, അങ്ങനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും കാണുന്നത് എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടി നിങ്ങൾ ചേർത്ത് വാദിക്കണം. അമേരിക്കയിൽ ജോർജ് ബുഷ് അധികാരത്തിലിരിക്കെ അമേരിക്കക്കാർക്ക് തോന്നി അറബ് മുസ്ലിം നാടുകളിൽ അല്പവും കൂടി സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് നല്ലതാണ്. അവിടെ സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് പല ആളുകളും വാഷിംഗ്ടണിലും ന്യൂയോർക്കിലും ലണ്ടനിലുമൊക്കെ വന്ന് താമസമാക്കുകയാണ്. അവിടെ സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ നാടുകളിൽ വന്ന് അവർ താമസമാക്കുമ്പോൾ ഇവിടങ്ങളിൽ ഇസ്ലാമികമായ ആശയങ്ങൾ പടരുവാനും അത് പിന്നീട് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുസ്ലിം നാടുകളിലേക്ക് ചെന്ന് അവിടെ കുറെ കൂടി ജനാധിപത്യ പ്രക്രിയകൾ സജീവമാക്കുന്നതിനുള്ള ഉപദേശം നൽകാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ആദ്യപടി എന്നുള്ള നിലയിൽ ജോർജ് ബുഷിന്റെ ഏതാനും പ്രതിനിധികൾ ഈജിപ്ത് സന്ദർശിച്ചു. ഈജിപ്ത് സന്ദർശിച്ച് ഹുസ്നി മുബാറക്കിനോട് പറഞ്ഞു, നിങ്ങളിവിടെ അല്പം ജനാധിപത്യം അനുവദിക്കണം. അങ്ങനെ നിങ്ങൾ ജനാധിപത്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ സുരക്ഷയുള്ളൂ. അല്പം കാറ്റും വെളിച്ചവും അല്പം സൗകര്യവും നിങ്ങളുടെ നാട്ടിലുണ്ടായാലേ നിങ്ങളുടെ നാട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് കുടിയേറി പാർക്കുന്ന അവസ്ഥ അവസാനിക്കുകയുള്ളൂ. ഹുസ്നി മുബാറക്കിന്റെ മറുപടി വളരെ മനോഹരവും വളരെ കൃത്യവും വളരെ വ്യക്തവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങൾ പറയുന്നത്? എന്റെ രാജ്യത്തിനകത്ത് ഞാൻ ജനാധിപത്യ പ്രക്രിയ അനുവദിക്കുന്നുവെങ്കിൽ ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇവിടെ വളർന്നു വരാനിരിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡാണ്. ഈ മുസ്ലിം ബ്രദർഹുഡ് വളരുകയാണോ നിങ്ങൾക്ക് നല്ലത്? അതല്ല അല്പം ഏകാധിപത്യത്തോടുകൂടി ഈ ജനതയിൽ നിന്ന് ഇസ്ലാമിനെയും സമഗ്ര ഇസ്ലാമിന്റെ പ്രതിനിധാനത്തെയും അടിച്ചൊതുക്കുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയേണ്ടുന്ന ഒരു കാര്യം ബുഷിന്റെ പ്രതിനിധികൾക്കുണ്ടായിരുന്നില്ല. ഈ സംഭവം ബുഷിന്റെ മുമ്പാകെ ചെന്ന് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരം, അടങ്ങാത്ത യുദ്ധമാണ് ഞങ്ങൾ നയിക്കുന്നത് എന്ന് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ജനാധിപത്യത്തിനുള്ള അടങ്ങാത്ത യുദ്ധമായിരുന്നു ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയത്, ഞങ്ങൾ ഇറാഖിൽ നടത്തിയത് എന്ന് വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് പക്ഷേ മുസ്ലിം രാജ്യങ്ങളുടെ കഥ വരുമ്പോൾ അവർക്ക് ഏകാധിപത്യമാണ് ഇഷ്ടം. ആ ഏകാധിപത്യത്തിന്റെ പുറന്തോടിനുള്ളിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക് മൂവ്മെന്റ്സും തകർന്ന് അടിഞ്ഞുകൊള്ളും, അത് കെട്ടു നശിച്ചുകൊള്ളും എന്ന് അവർ വിചാരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നോക്കൂ നിങ്ങൾ, മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രവർത്തകർ ജമാൽ അബ്ദുൽ നാസറിന്റെ കാലഘട്ടത്തിൽ അനുഷ്ഠിച്ചിട്ടുള്ള ത്യാഗത്തിനുള്ള വല്ല കണക്കുമുണ്ടോ? അനുഭവിച്ചിട്ടുള്ള പീഡനത്തിന് വല്ല കണക്കുമുണ്ടോ? ഹസനുൽ ബന്ന ഷഹീദ് നടുറോട്ടിലിട്ട് വെടിവെച്ചു കൊല്ലപ്പെട്ടു. ഷഹീദ് സയ്യിദ് ഖുത്ബിനെ അക്രമകാരികളായ ഭരണാധികാരികൾ തൂക്കിലേറ്റി. അല്പമൊരു ക്ഷമായാചനയ്ക്ക്
സയ്യിദ് ഖുത്ബ് സമ്മതിച്ചിരുന്നുവെങ്കിൽ തൂക്കിലേറ്റില്ലായിരുന്നു. ഭരണാധികാരികളുടെ പ്രതിനിധികൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഒരു കാര്യം ചെയ്യണം, പ്രസിഡന്റിന് ഒരു ദയായാചന എഴുതി ഒപ്പിട്ടു തരണം, എങ്കിൽ താങ്കളുടെ വധശിക്ഷയിൽ ഇളവ് വരുത്താം. പക്ഷെ അദ്ദേഹം പറഞ്ഞ മറുപടി, എന്റെ ഈ ചൂണ്ടുവരലുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ചൂണ്ടുവിരലാണ്. ആ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് വേണം എനിക്ക് ദയായാചനയിൽ ഒപ്പിടാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് അക്രമകാരിയായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ദയായാചനക്കൊപ്പിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കതിന് സാധ്യമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇങ്ങനെ പതിനായിരക്കണക്കായ ആളുകളെ ജയിലിലടച്ച്, തുറുങ്കിലടച്ച്, പീഡിപ്പിച്ച് എത്രയോ പതിറ്റാണ്ടുകളായി അമേരിക്കയിൽ ഈജിപ്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏകാധിപതികൾ, ഒന്നിനു പിറകെ ഒന്നായി വന്നിട്ടുള്ള ഏകാധിപതികൾ. ഈ ഏകാധിപതികളെ താങ്ങി നിർത്തുവാനാണ് അമേരിക്കയും യൂറോപ്യൻ ശക്തികളും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഏകാധിപതികളെ പിന്തുണക്കുന്നതിനും ജനാധിപത്യ പ്രക്രിയകളെ അടിച്ചമർത്തുന്നതിനും അവർ കാരണമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ജനാധിപത്യം അനുവദിച്ചാൽ ഇസ്ലാം വന്നുകളയും എന്നുള്ളതായിരുന്നു. ജനാധിപത്യം അനുവദിച്ചാൽ ഇസ്ലാം വന്നുകളയും എന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. യൂറോപ്യൻ സമൂഹത്തിന്റെ കാപട്യത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണത്. ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണത്. ഇവിടെ രണ്ട് ആശയങ്ങൾ ജനങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കണം. ആ രണ്ട് ആശയങ്ങളും മനസ്സിലാക്കി വേണം നമ്മളാകുന്ന ഇസ്ലാമിക സമൂഹം ഇതിലൊരു നിലപാട് സ്വീകരിക്കാൻ. ഒന്നാമത്തെ ആശയം മതേതരത്വം എന്ന ആശയമാണ്. മതേതരത്വം എന്ന ആശയത്തിന് പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്ന അർത്ഥം സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് മതത്തെ നിരാകരിക്കുക എന്ന അർത്ഥമാണ്. ഇതാണ് പാശ്ചാത്യ ലോകത്ത് പ്രചാരത്തിലുള്ള അർത്ഥം. മുസ്ലിം നാടുകളിൽ ഈ വാക്കുച്ചരിക്കുമ്പോഴും മതേതരത്വത്തിന്റെ അർത്ഥം സാമൂഹ്യ മേഖലയിൽ നിന്ന് മതത്തെ നിരാകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അർത്ഥത്തിന് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. മതപരമായ ബഹുത്വം എന്ന് മാത്രമേ ഇന്ത്യയിൽ സെക്യുലറിസത്തിന് അർത്ഥമുള്ളൂ. പക്ഷേ പൊതുവിലുള്ള അർത്ഥം മറ്റേതാണ്. മതത്തെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു മതേതരത്വം, ആ മതേതരത്വത്തെ മുസ്ലിം നാടുകളിൽ വികസിപ്പിച്ചെടുക്കുവാൻ യൂറോപ്യർ ഉദ്ദേശിക്കുന്നു. ആ മതേതരത്തെ വികസിപ്പിച്ചെടുക്കുകയാണ് ഇസ്ലാമിന്റെ സാമൂഹ്യ പ്രതിനിധാനത്തെ തടഞ്ഞു നിർത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് അവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവിടെ അവർ മതേതരത്വത്തെ പിന്തുണക്കുന്നത്, മതേതരത്വത്തിനു വേണ്ടി വാദിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് നിൽക്കുന്നത് ജനാധിപത്യമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇച്ഛയാണ്, ജനങ്ങളുടെ അഭിലാഷമാണ്, ജനങ്ങളുടെ ആഗ്രഹമാണ്. നമ്മുടെ നാട്ടിൽ മതേതരത്വവും ജനാധിപത്യവും എന്നത് ഒരുമിച്ച് പറയപ്പെടുന്ന ആശയമാണ്. എന്നാൽ ഇന്ന് ടുണീഷ്യൻ സംഭവത്തോടുകൂടിയും ഈജിപ്ത് സംഭവത്തോടുകൂടിയും ജനാധിപത്യമെന്നതും മതേതരത്വമെന്നതും പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ടാശയങ്ങളായി ഉയർന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾ ജനാധിപത്യം അംഗീകരിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന മതേതരത്വം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. നിങ്ങൾക്ക് മതേതരത്വം അവിടെ നിലനിർത്തണമെങ്കിൽ
ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യണം. നിങ്ങൾ ജനാധിപത്യത്തെയാണോ പിന്തുണക്കുന്നത്, മതേതരത്വത്തെയാണോ പിന്തുണക്കുന്നത് എന്നത് വളരെ നിർണായകമായ ഒരു ചോദ്യമായി ലോകത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ്. ജനാധിപത്യവും മതേതരത്വവും പരസ്പര വിരുദ്ധമായ രണ്ട് ആശയങ്ങളായി, ഒന്നിന്റെ നിലനിൽപ്പ് മറ്റേതിനെ അപകടപ്പെടുത്തുന്ന ആശയമായി ഇത്ര ശക്തിയായി ലോകത്തെപ്പോഴെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതാണ് ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനാധിപത്യത്തെ പൂർണ്ണമായ തോതിൽ അനുവദിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യക്രമം നിലവിൽ വരും. ആ സാമൂഹ്യക്രമം നിലവിൽ വരുന്നത് അപകടമാണ്. ആർക്കപകടമാണ്? ആ ജനതക്ക് അപകടമായി തോന്നുന്നില്ല. തോന്നുന്നുവെങ്കിൽ അതവർ തെരഞ്ഞെടുക്കുകയില്ല. ലോകത്ത് പീഡിതരും മർദ്ദിതരുമായിട്ടുള്ള ജനകോടികളുണ്ട്. ആ ജനകോടികൾക്ക് അത് അപകടമല്ല. അപകടമായിരുന്നുവെങ്കിൽ അവർ അതിനെ പിന്തുണക്കുകയില്ല. ഇത് ആർക്കാണ് അപകടകരമായി തീരുന്നത്? ഇത് അപകടകരമായി തീരുന്നത് പാശ്ചാത്യൻ ആധിപത്യം ലോകത്ത് വരണമെന്നാഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ്. അവരുടെ ആഗ്രഹത്തിനു വേണ്ടി ജനാധിപത്യ പ്രക്രിയയെയും ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നുവരുന്ന ഇസ്ലാമിന്റെ സാമൂഹിക പ്രതിനിധാനത്തെയും നിങ്ങൾ എതിർക്കണമോ? മുഴുവൻ മനുഷ്യരുടെയും ഇച്ഛയെയും അഭിലാഷങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് മതേതരത്വത്തിന്റെ മുഖം പേറി അമേരിക്കയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഏകാധിപത്യത്തെ പിന്തുണയ്ക്കണമോ എതിർക്കണമോ എന്നുള്ള ചോദ്യത്തിന് ഒരു നിലപാട് നമ്മളടക്കം സ്വീകരിച്ചേ പറ്റൂ. ഞാൻ വിഷയത്തെ ഒന്നുകൂടി ലഘൂകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ജനങ്ങളുടെ അഭിപ്രായപ്രകാരം ഒരു രാജ്യത്ത് അല്ലാഹുവിന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്കനുസരിച്ചുള്ള ഒരു സാമൂഹ്യക്രമമാണ് വരുന്നത് എങ്കിൽ അങ്ങനെ അതിനെ വരാൻ വിടുകയല്ലേ നമുക്ക് നല്ലത്? എന്തിന് അതിനെ തടഞ്ഞു നിർത്തണം? ആ തടഞ്ഞു നിർത്തലിൽ ഒരു മനുഷ്യാവകാശ ലംഘനമില്ലേ? ആ തടഞ്ഞു നിർത്തലിൽ ഒരു ജനാധിപത്യ ധ്വംസനമില്ലേ എന്ന് ശാന്തമായി ആലോചിക്കുവാൻ നമ്മൾ സന്നദ്ധരാകണം. ഇനി മതേതരത്വത്തിന്റെ പ്രശ്നമാണെങ്കിൽ ഇസ്ലാമികമായ ഒരു സാമൂഹ്യക്രമം ലോകത്ത് വന്നാൽ പോലും, ഏതെങ്കിലും ഒരു സാമൂഹ്യ ഘടനയിൽ വന്നാൽ പോലും ഇതര മതസമൂഹങ്ങൾക്ക് അതിൽ ഭയപ്പെടാൻ എന്താണുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു ചെന്ന കാലം മുതൽ ഇസ്ലാമിക ഖിലാഫത്തിന്റെ അന്ത്യം വരെയുള്ള കാലഘട്ടം, അതിനുശേഷം വന്നിട്ടുള്ള രാജവംശങ്ങളുടെ കാലഘട്ടം, ആ കാലഘട്ടം മുഴുവൻ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ആധുനിക പാശ്ചാത്യ ലോകവും ഇന്ത്യ പോലെയുള്ള മതേതര സമൂഹങ്ങളും വിവിധ മതസമൂഹങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അനുവദിക്കാത്തതായി ചരിത്രത്തിൽ എവിടെയെങ്കിലും നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാ മതങ്ങൾക്കും വിശ്വാസ സ്വാതന്ത്ര്യം, ആചാര സ്വാതന്ത്ര്യം, അനുഷ്ഠാന സ്വാതന്ത്ര്യം, ജീവിത സ്വാതന്ത്ര്യം, മതപ്രചാരണ സ്വാതന്ത്ര്യം എന്നതാണ് മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മതേതരത്വം ഇസ്ലാമിക സാമൂഹ്യ ക്രമത്തിൽ എവിടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഒന്നുകിൽ മതേതരത്വം, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന പേരിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ തിട്ടൂരം യഥാർത്ഥത്തിൽ പാശ്ചാത്യർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദ്വന്ദ്വം മാത്രമാണ്. ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യക്രമം വളർന്നു വരികയാണെങ്കിൽ ആ സാമൂഹ്യക്രമം അഭിലഷണീയമായ ഒരു സെക്കുലറിസത്തിനെതിരല്ല,
അഭിലഷണീയമായിട്ടുള്ള ഒരു മതപരമായ ബഹുത്വത്തിന് എതിരല്ല, മതസ്വാതന്ത്ര്യത്തിന് എതിരല്ല. ഇസ്ലാം മതസ്വാതന്ത്ര്യത്തിനെതിരാണെന്നും ഇസ്ലാം ബഹുത്വത്തിനെതിരാണെന്നും ഇസ്ലാം ഏകശിലാമുഖമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുമുള്ള പ്രചാരണം ഇസ്ലാമിനെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള കൃത്രിമമായ പ്രചാരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധ സമൂഹങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെന്ത് ചെയ്യണം? അവർ ജനാഭിലാഷത്തിന്റെ കൂടെയും മതപരമായ ബഹുത്വത്തിന്റെ കൂടെയും നിന്നുകൊണ്ട് ഇത് രണ്ടും ഇസ്ലാമിൽ ഒന്നിച്ചു പോകുവാൻ കഴിയുന്ന രണ്ട് മൂല്യങ്ങളാണ് എന്ന വിചാരത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകാടിസ്ഥാനത്തിൽ ടുണീഷ്യയിൽ നടന്ന സംഭവങ്ങൾ, ഈജിപ്തിൽ നടന്ന സംഭവങ്ങൾ ഏകാധിപത്യത്തിന്റെ പുറന്തോട് പൊട്ടുന്നു എന്ന അർത്ഥത്തിൽ, സമഗ്രാധിപത്യ പ്രവണത അവസാനിക്കുന്നു എന്ന അർത്ഥത്തിൽ പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ പുറന്തോടിനുള്ളിൽ എന്തൊക്കെയാണ് വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്? അഴിമതിയും സ്വജനപക്ഷപാതവും ദാരിദ്ര്യവും പട്ടിണിയോടും ദാരിദ്ര്യത്തോടുമുള്ള കടുത്ത പ്രതികരണങ്ങളും എല്ലാം ചേർന്നു വന്നിട്ടുള്ള എന്തൊക്കെയോ ആണ് ഈ ഏകാധിപത്യത്തിന്റെ പുറന്തോടിനുള്ളിൽ കിടക്കുന്നത്. ഈ പുറന്തോട് പൊട്ടിയാൽ ആദ്യം തന്നെ പ്രത്യക്ഷപ്പെടുന്നത് പ്രതീക്ഷാനിർഭരമായ ഘടകങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതിന് വിരുദ്ധമായ പല ശക്തികളും വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ആ ശക്തികൾക്ക് വീണ്ടും സാമ്രാജ്യത്വ ശക്തികൾ പിന്തുണ നൽകാനുള്ള സാധ്യതയുമുണ്ട്. ആ സാധ്യതയെ മറന്നുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ജനാധിപത്യവൽകൃത സമൂഹം വരുമ്പോൾ ആ ജനാധിപത്യവൽകൃത സമൂഹത്തിൽ അന്തസ്സോടുകൂടിയും അഭിമാനത്തോടുകൂടിയും സുതാര്യതയോടുകൂടിയും പണിയെടുക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഏകാധിപത്യത്തിന്റെ സന്ദർഭങ്ങളിൽ മനസ്സിനകത്ത് കാത്തുസൂക്ഷിച്ചിരുന്ന ഇസ്ലാമിന്റെ തീ എരിഞ്ഞുയരുവാനും അത് പ്രകാശമാനമാകുവാനും ആ പ്രകാശം കൊണ്ട് ലോകത്തെ മുഴുവൻ ജാജ്വല്യമാക്കുവാനുമുള്ള അവസരങ്ങൾ തുറന്നു കിട്ടും. ആ അവസരങ്ങൾക്ക് വേണ്ടി ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ആളുകൾ കാത്തുനിൽക്കുന്നു എന്ന സന്തോഷവാർത്തയാണ് ഇന്ന് നിങ്ങളെ അറിയിക്കണം എന്ന് വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.